ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +1 എക്സാം കഴിഞ്ഞു, നിങ്ങളെ ലോക്ക്ഡൗൺ കഴിഞ്ഞു, ഇനി +2 അക്കാദമിക് ഇയറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കണ്ടീഷനിൽ കൊറോണയുടെ സ്പ്രെഡിങ് ഈ ഒരു കണ്ടീഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങളെ സ്കൂളുകൾ റിമെയിൻ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് വിർച്വൽ ക്ലാസ് റൂം മാത്രമാണ്. ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും മാത്രമേ നമുക്ക് അടുത്ത അക്കാദമിക് ഇയറിൽ, അതായത് നിങ്ങളെ +2 ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ ഡെയിലി ഒരു 2-3 അവേഴ്സ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും +2 മാത്സിൽ, +2 സയൻസിൽ വരുന്ന മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് വലിയ ടെൻഷനുകളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ +2 ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് +2 മാത്സ് ആണ് ഞാൻ എടുക്കുന്നത്. അതിൽ നിങ്ങൾക്കറിയാം, +1 മാത്സിൽ നിങ്ങൾ 16 ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 മാത്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് 13 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അത് ആസ് കമ്പയർഡ് ടു +1, +2 എന്ന് പറയുന്നത് വെരി സിമ്പിളാണ്. നിങ്ങൾക്ക് കുറച്ച് ബേസിക് റിസൾട്ടുകൾ, +1ലുള്ള കുറച്ച് റിസൾട്ടുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ +2 മാത്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ തരാം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം 2 ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, അതേപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ഈ രണ്ടും ഒരേപോലെയുള്ള ചാപ്റ്ററുകളാണ്, വളരെ സിമ്പിളായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. ദെൻ അതിനുശേഷം 3rd and 4th എന്ന് പറയുന്നത് മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, മെട്രീസസ് 3rd ആണ്, 4th ചാപ്റ്റർ എന്ന് ഡിറ്റർമിനൻ്റ്. അത് സിമ്പിൾ ആൾജിബ്രയാണ്. നമ്മൾ ലോവർ ക്ലാസ് റൂമിലൊക്കെ പഠിച്ചിട്ടുള്ളത് ജസ്റ്റ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, നമ്പേഴ്സുകൾ തമ്മിലുള്ള അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. കുറച്ച് ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, അതിൽ കയറി വരും. സോ അതാണ് മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഒരേപോലെയുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി, 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ദെൻ അതിനുശേഷം വരുന്നതാണ് കാൽക്കുലസ് എന്ന് പറയുന്ന മാത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അതിൽ പെട്ട ഡിഫറൻഷിയേഷൻ, അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ. 5th and 6th ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷന്, അതിൻ്റെ ആപ്ലിക്കേഷൻ. അവിടെ നിങ്ങൾ ഒരു കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്, 2 ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന 2 ചാപ്റ്ററുകളാണ് ഇൻ്റഗ്രൽസ്, അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഓക്കെ, ഇൻ്റഗ്രേഷനും കാൽക്കുലസിൻ്റെ മറ്റൊരു പാർട്ട്, ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ട്, അതായത് ഇൻ്റഗ്രേഷനും അതിൻ്റെ ആപ്ലിക്കേഷനും, അതാണ് നിങ്ങൾക്ക് വരുന്ന 7th and 8th ചാപ്റ്റർ. ദെൻ 10th ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ 3 ഡയമെൻഷണൽ ജോമെട്രി +1 പഠിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വെക്റ്റർ അൾജിബ്ര ആൻഡ് 3D എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, 2 ചാപ്റ്ററുകളുണ്ട്. അതാണ് നിങ്ങൾക്ക് പിന്നീട് വരുന്ന 2 ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ലാസ്റ്റിൽ വരുന്ന 2 ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളെ ലീനിയർ പ്രോഗ്രാമിംഗ്, അതായത് ലീനിയർ ഇനക്വാളിറ്റീസുമായിട്ട് നിങ്ങളെ ഗ്രാഫുകൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരു 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ് ലാസ്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. അതും 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഇത്രയാണ് നിങ്ങൾക്ക് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ 3ാമത്തെ ചാപ്റ്റർ, അതായത് മെട്രീസസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ. എന്തുകൊണ്ട് ഞാൻ 3rd നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് മെട്രീസസ് എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ജസ്റ്റ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ ഒരു പ്രോസസ്സുകളാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 15 മാർക്കിൻ്റെ വെയിറ്റേജ്, ഔട്ട് ഓഫ് 80ൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ മെട്രീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം എന്താണ് മെട്രീസസ് എന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങളൊരു 3 പേരുണ്ട്, 3 ഫ്രണ്ട്സ്, ABC, 3 ആളുകളുണ്ട്.
നിങ്ങൾ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നോട്ട് ബുക്സ് വാങ്ങണം അല്ലേ, ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം. 6 ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനുണ്ടാവും. അതിന് നോട്ട് ബുക്ക് വാങ്ങും അല്ലേ. 6 നോട്ട് ബുക്കിന് ചിലർ 3 നോട്ട് ബുക്ക് വാങ്ങും, ചിലർ 6 എണ്ണം വാങ്ങും, ചിലർ 12 എണ്ണം വാങ്ങും. നോട്ട് ഓക്കെ, വാട്ടർ ഇറ്റ് ഈസ്. ദെൻ കുറച്ച് പെന്നൊക്കെ വേണം. ഞാനത് എന്ത് ചെയ്യുകയാണ്, ഒരു ലിസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങണമെങ്കിൽ എനിക്കൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യണം. സോ ഞാൻ എ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ 6 എണ്ണമാണ്. അദ്ദേഹത്തിന് 6 നോട്ട് ബുക്കും വേണം, 2 പെന്ന് മതി. ഓക്കെ, ഒരു അക്കാദമിക് ഇയറിലേക്ക് 2 പെന്ന് ചിലപ്പോൾ അയാൾ കംപ്ലീറ്റ് ചെയ്യും, നോട്ട് പ്രോബ്ലം. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് പുള്ളിക്കാരന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് മീൻസ് എല്ലാ ടെക്സ്റ്റ് ബുക്ക് പുസ്തകപ്പൂയും അല്ല, അതുകൊണ്ട് 4 ടെക്സ്റ്റ് ബുക്ക് അയാൾ വാങ്ങുന്നുള്ളൂ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി അല്ലേ. നോട്ട് ബുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, 3 എണ്ണം അയാൾ വാങ്ങുന്നത്. അപ്പുറത്തെ സൈഡ്, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെന്ന് അതേ പുള്ളിക്കാരന് കുറച്ച് അധികം വേണം, ഒരു 5 പെന്നാണ്. ദെൻ സി എന്ന വ്യക്തി കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നുണ്ട്. അവർ കുറച്ച് റൈറ്റിംഗ് സ്കിൽ മീൻസ് ലാർജ് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് നോട്ട് ബുക്ക് അധികം വാങ്ങി, 12 എണ്ണം, ഓരോന്നിനും 2 നോട്ട് ബുക്ക് വെച്ച് വാങ്ങിച്ച്. അതേപോലെ പെന്നും എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ ഒരു 6 എണ്ണം വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്ക്, കുറച്ച് നമ്പേഴ്സുകളെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റ് ആക്കിയിട്ട് എഴുതി. അതായത് കുറച്ച് റോസുകൾ അല്ലേ, കുറച്ച് റോകളാക്കിയിട്ട് നിങ്ങൾ എഴുതി. അതേപോലെ കുറച്ച് കോളംസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറുകളെ നിങ്ങൾ നോക്കുക, ഈ നമ്പറുകളെ റോസ് ആൻഡ് കോളംസ് ആക്കിയിട്ട് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അവിടെ ഡെഫിനിഷനിൽ വരുന്നതാണ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അതിനെ നിങ്ങൾ റോസ് ആൻഡ് കോളംസ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെട്രിസസ് എന്താണ്, അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കൺസെപ്റ്റിലോട്ട് വരാം. സപ്പോസ് നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളോട് ഒരു സാറ് പറഞ്ഞു, യു ഹാവ് ടു ടേക്ക് ദ നമ്പേഴ്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10th അതേപോലെ +1 +2 ഇത്രയും ക്ലാസ്സുകളുണ്ട്. ഇതിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പറുകൾ നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സപ്പോസ് ഇങ്ങനെയാണ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ബോയ്സിന് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഹെഡിങ്ങിൻ്റെ താഴെ 10th എത്ര പേരുണ്ട്, സപ്പോസ് ദാറ്റ് ഈസ് ഒരു 40 ബോയ്സ്. അതേപോലെ ഗേൾസ് എന്ന് പറയുന്ന ഒരു 35 ഗേൾസ്. ഇനി +1 എത്തുമ്പോൾ സെയിം ഒരു 35 ബോയ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു 30 എന്തുണ്ട്, ഗേൾസ് ഉണ്ട്. ഇനി +2 40 ബോയ്സ്, അതേപോലെ തന്നെ 40 ഗേൾസ്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ഔട്ട് ചെയ്യും അല്ലേ. ഇങ്ങനെയല്ല നമ്മൾ സിമ്പിളായിട്ട് ലിസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ +1ൻ്റെ ഒരു സെപ്പറേറ്റ്, +2ൻ്റെ സെപ്പറേറ്റ്, 10th സെപ്പറേറ്റ് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു കേസിൽ നിങ്ങൾ ഈ നമ്പേഴ്സുകളെ നിങ്ങൾ എന്ത് ചെയ്തു, സം റോസ് ആൻഡ് കോളംസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, റെപ്രസെൻ്റ് ചെയ്തു അല്ലേ. അതായത് ഈ 10th ബോയ്സ് ആൻഡ് ഗേൾസിന് ഒരു സിംഗിൾ റോയിൽ നിങ്ങൾ എന്ത് ചെയ്തു, റെപ്രസെൻ്റ് ചെയ്തു. രണ്ടാമത്തത് മറ്റൊരു റോയിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്തു. ഇതിനെ നമ്മൾ 3rd റോയിൽ എന്ത് ചെയ്തു, റെപ്രസെൻ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കോളം ബേസിൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ കോളം, ഗേൾസ് എന്ന് പറയുന്നത് എന്താ, മറ്റൊരു കോളം. ഇങ്ങനെ നിങ്ങൾ നമ്പേഴ്സുകളെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. നിങ്ങൾ നമ്പേഴ്സുകളെയോ അതല്ലെങ്കിൽ ഫങ്ഷൻസുകളെയോ നിങ്ങൾ റോസ് ആൻഡ് കോളംസ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നത് പ്രോസസ്സാണ് എന്ത്, അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഒരു മെട്രിക്സിൽ നിങ്ങൾക്ക് എത്ര റോസ് കാണാൻ പറ്റൂടാ? 1 2 3. യു ക്യാൻ സീ 3 rows ഹിയർ ആൻഡ് ഹൗ മെനി കോളംസ് ആർ ദർ? 1 2. സോ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് 3 into 2 എന്നാണ് എഴുതുക, ബട്ട് യു ഹാവ് ടു പ്രൊനൗൺസ് ദാറ്റ് ഈസ് 3/2. ദിസ് ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് മെട്രിക്സ്. ദിസ് ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് മെട്രിക്സ്. ഏതൊരു മെട്രിക്സിനും എന്തുണ്ടാവും മക്കളെ? ഒരു ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഈ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുക? ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുക. അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് m/n, വേർ m ഈസ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് n ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. ഇതാണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ 2 കൺസെപ്റ്റുകൾ. ഒന്ന്, മെട്രിക്സ് എന്താണെന്നുള്ളത് മനസ്സിലായി. ദാറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഈസ് കോൾഡ് മെട്രിക്സ്. ഇനി മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലായി. അതെന്താ? ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ,
ഇനി നമുക്ക് മൂവ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. ഒരുപാട് ടൈപ്സ് ഓഫ് മെട്രിക്സുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മെട്രിക്സ് എന്താണെന്നുള്ള ക്ലിയർ കട്ട് കോൺസെപ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സുകളാണ് പഠിക്കാനുള്ളത്. ഈ 10 പോയിന്റുകളിൽ ഓരോന്നോരോന്ന് ഈച്ച് ആൻഡ് എവറി വൺ ബൈ വൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആ ഒരു 10 കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ 10 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദിസ് ചാപ്റ്റർ ഈസ് ഫിനിഷ്. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് മൂവ് ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരുപാട് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ള നമ്മൾ ചെറിയൊരു ഡിസ്കഷൻ ഇവിടെ നടത്താം. സി, എൻ്റെ കയ്യിൽ മക്കൾ നോക്കട കുറച്ച് മെട്രിക്സുകൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് 1 2 3 ഒരു മെട്രിക്സ് അല്ലേ. സി, ദിസ് ഈസ് മൈ എ മെട്രിക്സ്. രണ്ടാമതൊരു മെട്രിക്സ് ഞാൻ എഴുതി ബി, ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ദാറ്റ് ഈസ് 5 10 15. ഓക്കെ, ദെൻ മൂന്നാമതൊരു സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എഴുതി. സി, ദാറ്റ് ഈസ് 2 4 5 6. ഓക്കെ, 5 6. സിയുടെ കൂട്ടത്തിൽ ഞാൻ ഒരു മെട്രിക്സ് ഇവിടെ എഴുതട്ടെ. സി, ദാറ്റ് ഈസ് 1 5 3 2 4 6 1 2 3. ഓക്കെ, സോ അപ്പൊ മക്കള് ഒന്ന് പറയടാ, ഈ മെട്രിക്സുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളായിട്ട് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/3 അല്ലെ. ഹൗ മെനി റോസ് ആർ ദർ? 1 row and 3 columns. What about this one? This is, you can say 1 2 3 3 row ഉണ്ട്. അതേപോലെ how many columns are there? Only 1 column. Okay, what about this one? ഇതിനെ പറ്റി എന്താടാ? That is 2/2 matrix ആണ്. This is a 2/2 matrix അല്ലേ. Then അടുത്തത് എന്താ? This is a 3/3 matrix. ഈ മെട്രിക്സുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ നോക്കിയേടാ. എന്താടാ ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? You can see only 1 row. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് റോ മെട്രിക്സ് എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് റോ മെട്രിക്സ്. ക്ലിയർ? അപ്പൊ ഇത് എന്തായിരിക്കടാ? സി, യു ക്യാൻ സി ഓൺലി 1 കോളം. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് കോളം മെട്രിക്സ്. ദിസ് ഈസ് കോൾഡ് കോളം മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ദെൻ അപ്പൊ അടുത്ത് നമുക്ക് മക്കളേതാ ഈ ഒരു കേസിൽ, ഈ രണ്ട് കേസിൽ എന്താ സംഭവിക്കുന്ന? റോസ് 2 rows are there and 2 columns are there. അതേപോലെ തന്നെ 3 rows are there and 3 columns are there. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? ദിസ് ഈസ് 2/2 3/3. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, സോ നോർമലി നമ്മൾ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുക? മെട്രിക്സ് എന്ന് പറയാ. ആ മെട്രിക്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടൈപ്പ് പേരായി മോനെ എന്താ? ദാറ്റ് ഈസ് റോ മെട്രിക്സ് അല്ലെ. ഒറ്റ സിംഗിൾ റോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായി എന്താ? കോളം മെട്രിക്സ്. ഇഫ് ദർ ഈസ് ഓൺലി 1 column we can say that is column matrix. Okay, then number of rows and number of columns are equal ആണെങ്കിൽ 3 rows 3 columns, number of rows and columns equal ആണെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അപ്പൊ പഠിച്ചു മോനെ 3 പേരുകൾ. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് റോ മെട്രിക്സ്. ഇനി ഇവിടുന്ന് പഠിക്കുക, ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തത് കംപ്ലീറ്റ് റോ മെട്രിക്സ്. ഓക്കെ, ദെൻ രണ്ടാമത് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? കോളം മെട്രിക്സ്. ഇതിന്റെ നോട്ട്സുകൾ നിങ്ങൾക്ക്, ഇതിന്റെ ഡെഫിനിഷൻ അതേപോലെ നോട്ട്സുകൾ നമ്മൾ PDF ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ഡോണ്ട് വെറി, നിങ്ങൾക്ക് പറ്റാവുന്ന നോട്ട്സുകൾ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തേതാണ് എന്ത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. This is called a square matrix. Okay, so row matrix എന്ന് പറഞ്ഞാൽ only 1 row, column matrix എന്ന് പറഞ്ഞാൽ only 1 column, square matrix എന്ന് പറഞ്ഞാൽ number of rows and number of columns are equal. ഇനി നാലാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് that is called diagonal matrix. Okay, ഡയഗണൽ മെട്രിക്സ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ സി 4 മെട്രിക്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഞാൻ പേര് എഴുതിയിട്ടില്ല, ABCD എന്ന് കൊടുത്തിട്ടില്ല, ജസ്റ്റ് 4 മെട്രിക്സുകൾ അല്ലേ. സി, ദിസ് ഈസ് എ 2/2 മെട്രിക്സ്, ദിസ് വൺ ഈസ് എ 2/2 മെട്രിക്സ് ആൻഡ് ദിസ് വൺ ഈസ് എ 3/3, ദിസ് ഈസ് എ 2/2 ആൻഡ് ദിസ് ഈസ് എ 3/3. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 മെട്രിക്സസ് ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 മെട്രിക്സസ്? എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ, എന്താ കിട്ടുന്നതാ? സി, യു ക്യാൻ സി ദാറ്റ് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. നോക്ക്, സി, ഈ ഡയഗണൽ, മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സുകൾ നമ്പറുകളാണ്, ബാക്കിയുള്ളത് എന്താടാ? സീറോസ് ആണ് അല്ലെ. സി നോക്കുക,
നോൺ ഡയഗണൽ എലമെന്റ്സിലെ ഈ മെയിൻ ഡയഗണൽ അല്ലാത്ത എലമെന്റ്സുകൾ കംപ്ലീറ്റ് മക്കളെ എന്താണ്? ബാക്കിയുള്ളത് കംപ്ലീറ്റ് എന്താണ്? സീറോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് മെട്രിക്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. അപ്പൊ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രത്യേകത? നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. ഇങ്ങനെയുള്ള മെട്രിക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡയഗണൽ മെട്രിക്സ് ഫോം ചെയ്യുന്നുള്ളൂ അല്ലെ. സ്ക്വയർ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള ടൈപ്സുകളൊക്കെ നമ്മൾ വരുന്നത് സ്ക്വയർ മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താ ഡയഗണൽ മെട്രിക്സുകൾ ഇവിടെ പറഞ്ഞു. ക്ലിയർ? ഞാൻ ഇതേ കാര്യം ചെയ്യട്ടെ. ഡയഗണൽ മെട്രിക്സുകൾ ഞാൻ അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ചാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ യു കെൻ സേ സ്കാലാർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഡയഗണൽ മെട്രിക്സിൽ ചെറിയൊരു മാറ്റം. ആ മാറ്റം എന്താണെന്നുള്ള മക്കൾ പറ, എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് സാറേ ഇവിടെ ഉള്ള മാറ്റം എന്നുള്ളത്. ഓക്കെ, okay, so അപ്പൊ നോക്കുക, നേരത്തെ കിട്ടിയ ഡയഗണൽ മെട്രിക്സിൽ 2 and 3 ദീസ് ആർ ദ 2 ഡയഗണൽ എലമെന്റ്സ് ഇൻ ദിസ് ഡയഗണൽ മെട്രിക്സ്. ഈ ഡയഗണൽ മെട്രിക്സിൽ നമുക്ക് കണ്ടിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? 1 4 3 ഇതാണ് നിങ്ങളുടെ ഡയഗണൽ എലമെന്റ്സ്. ബാക്കി കംപ്ലീറ്റ് എന്താണ്? 0 ആണ്. ഇനി നോക്കേ, ഞാൻ ഇവിടെ നിന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിൽ അതല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താ മക്കൾ നോക്കടാ? 2 2 അല്ലെ. ഈ ഡയഗണൽ എലമെന്റ്സ് എന്താ? ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. എത്രയാടാ? 2. ഇൻ ദിസ് കേസ് ആൾസോ എന്താണ്? ഒരു കോൺസ്റ്റന്റ് നമ്പർ. അതെന്താ? 4 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ. അതായത് നിങ്ങളെ ഡയഗണൽ മെട്രിക്സില് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ കോൺസ്റ്റന്റ് നമ്പർ ആയിട്ടുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ദാറ്റ് ഈസ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ. അവിടെ നിന്ന് നോൺ ഡയഗണൽ എലമെന്റ്സുകൾ സീറോസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? ഡയഗണൽ മെട്രിക്സ്. ഈ ഡയഗണൽ മെട്രിക്സില് നിങ്ങളെ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണെങ്കിൽ, എല്ലാ എലമെന്റ്സും കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കാലാർ മെട്രിക്സ്. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇവിടെ നമുക്കത് മാറ്റിയെടുക്കാം. നോക്കുക, അടുത്തതാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ അതെന്താണെന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് ഞാൻ എന്റെ ബാക്കിയുള്ള എലമെന്റ്സുകൾ കംപ്ലീറ്റ് ഞാൻ ഇറേസ് ചെയ്തു. നോക്കുക, ഇതായിരുന്നു എന്റെ ആദ്യത്തെ മെട്രിക്സ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് മേലോട്ട് വരികയാണ്. ഇവിടെ നോക്കട്ടെ, 2 2 2 0 0 2 ആണ്. ഇതിനെ ഞാൻ ഈ രീതിയിൽ എഴുതി. ദിസ് ഇസ് 1 0 0 1. ഇവിടെ നിങ്ങൾ നോക്കുക, 4 0 0 0 4 0 0 0 4. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഈ രീതിയിൽ എഴുതി 1 0 0 0 1 0 0 0 1. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? മക്കൾ പറ, നിങ്ങൾ തന്നെ പറ, ഞാൻ വേണ്ട. എന്താ ആൻസർ? എന്താണ് പ്രത്യേകത? എന്താ? യു ക്യാൻ സീ ദാറ്റ് എന്താടാ, നമ്മളെ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ടു എവിടേക്ക് റെഡ്യൂസ് ചെയ്തു? 1ലേക്ക്. അതായത് കംപ്ലീറ്റ് ഡയഗണൽ എലമെന്റ്സ് എന്തായിട്ട് മാറി? ഒരു കോൺസ്റ്റന്റ് എന്നതിന് പകരം അത് യൂണിറ്റി ആയ 1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഈ കൺസെപ്റ്റും ക്ലിയർ ആണെന്ന് കരുതുന്നു. ദിസ് ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് 2x2 ഓർഡർ. ദിസ് ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് 3x3 ഓർഡർ 3x3. അപ്പൊ ഇതിന് ഇങ്ങനെ പറയാം, ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഐ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. നമ്മൾ മെട്രിക്സുകളെ ABCD എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളതെങ്കിൽ ABCD ഇങ്ങനെയാണ് മെട്രിക്സുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഡിനോട്ട് ചെയ്യുക. അപ്പോ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? ഐ എന്ന് പറയുന്നത്. അപ്പൊ ചില സമയത്ത് I 2x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is an identity matrix of 2x2 order. See, I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I 3x3 എന്ന് പറയണ്ട, I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to understood that that is a 3x3 matrix of identity. Clear ആണല്ലോ?
അപ്പോൾ ഇതാണ് എന്ത് ആറാമത്തെ പോയിന്റ്, ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ്, നൾ മെട്രിക്സ്, അതല്ലെങ്കിൽ നമ്മൾ പറയും സീറോ മെട്രിക്സ് എന്ന് പറയും. ദിസ് ഇസ് കോൾഡ് സീറോ മെട്രിക്സ്. സോ സെവൻത് ടൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സീറോ മെട്രിക്സ്. നത്തിങ് ബട്ട് ഫ്രം ദ നെയിം, പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണോ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. പറ, നിങ്ങൾ പറ. ഗുഡ്. സി, നിങ്ങൾ എല്ലാ എലിമെന്റ്സും സീറോ ആയിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എന്താ സീറോ മെട്രിക്സിലെ ഈ വണ്ണ് കൂടെ കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്തു സീറോ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എന്താ സീറോ മെട്രിക്സ്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്, കൺസെപ്റ്റുകൾ ക്ലിയർ ആണ്. എന്ത് സ്ക്വയർ മെട്രിക്സ്, അവിടെ ഒന്ന് ഡയഗണൽ മെട്രിക്സ്, ദിസ് ഈസ് യുവർ ഡയഗണൽ മെട്രിക്സ്. ഈ ഡയഗണൽ മെട്രിക്സിലെ എലമെന്റ്സുകൾ സെയിം ആണെങ്കിൽ, ഡയഗണൽ എലമെന്റ്സ് സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്കാലാർ മെട്രിക്സ്. ഇനി ഈ സ്കാലാർ മെട്രിക്സിൽ നമ്മൾ 4 പകരം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്കാലാറിന് പകരം 1 ആണ് വരുന്നുള്ളെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഐഡന്റിറ്റി മെട്രിക്സ്. അതായിരുന്നു നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുള്ള 1 0 0 1 1 0 0 0 1 0 0 0 1. ഇനി കംപ്ലീറ്റ് എലമെന്റ്സുകൾ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എന്താ സീറോ മെട്രിക്സ്. സോ അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് മെട്രിക്സുകൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു മക്കളെ. ഓക്കെ, ഇനി 2 more ടൈപ്സ് കൂടി ഉണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ NCERT ഇത്രത്തോളം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയുള്ള ടൈപ്സ് മാത്രമാണ് വരുന്നത്. ഇനി 2 അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 8ാമത്തേതാണ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. അതേപോലെ തന്നെ 9th വൺ ഈസ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഓക്കെ, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ അകത്ത് മക്കൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കേ, സേ ലൈക്ക് ദിസ് 1 2 3 0 4 5 0 0 6. ക്ലിയർ? അതേപോലെ തന്നെ മറ്റൊരു മെട്രിക്സ്, ദിസ് ഈസ് എ, ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് ലൈക്ക് ദിസ് 1 0 0 2 3 0 4 5 6. ഓക്കെ, ഈ രീതിയിൽ മെട്രിക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് യു ക്യാൻ ഫോം എ ട്രയാങ്കിൾ ഇൻ അപ്പർ സൈഡ് അല്ലെ, ബാക്കി എലമെന്റ്സുകൾ എന്താണ് 0 ആണ്. ഇൻ ദിസ് കേസ് ആൾസോ യു ക്യാൻ ഫോം എ ട്രയാങ്കിൾ. എവിടെ ഫോം ചെയ്യാം? ഇൻ ലോവർ സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. റോ മെട്രിക്സ് എന്ന് പറയുന്നത് there is only one row. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ there is only one column. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് the number of rows and number of columns are equal. അങ്ങനെയാണെങ്കിൽ that is called സ്ക്വയർ മെട്രിക്സ്. then അടുത്തത് 4th ഡയഗണൽ മെട്രിക്സ്. എന്താണ് ഡയഗണൽ മെട്രിക്സ്? The non-diagonal elements are 0. Diagonal matrix in the case, non-diagonal elements are 0. Okay. Then what about scalar matrix? In a diagonal matrix, if the diagonal elements are a single number or a same number, if the diagonal elements are same, that is called a scalar matrix. What about identity matrix? In a scalar matrix, ഒരു scalar matrix if the diagonal elements are unique, diagonal elements are 1, then that is called identity matrix. Okay ആണല്ലോ. Then what about zero matrix? Zero matrix എന്ന് പറഞ്ഞാൽ if the all elements in a matrix are zeros, then that is called zero matrix. Then upper triangular matrix and lower triangular matrix. അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ എന്ന് പറയുന്നത്. ദെൻ ഇതിന് ശേഷം ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ്. ഇനി നമുക്ക് അടുത്ത 2 3 4 എന്ന് പറയുന്നത് 10 പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് വൺ, ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിനെ എങ്ങനെ ജനറലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.